അയ്യോ എനിക്ക് വയ്യ. അപ്പൊ നമ്മളങ്ങനെ ഇവിടെ IKEA-ലെത്തി റാക്കൊക്കെ കണ്ടുപിടിച്ചു കൂട്ടാ. ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് എക്സൈറ്റഡ് ആയിട്ട് ഒരു സംഭവം വെയിറ്റ് ചെയ്തിരിക്കുക. വേറെ ഒന്നുമല്ല, നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ വന്നിട്ടുണ്ട്. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ താഴെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക, വരുമ്പോൾ തന്നെ ഓപ്പൺ ചെയ്യാം. അതുപോലെ വീഡിയോ ഞാൻ എടുത്തത് അപ്പോൾ തന്നെ ഓപ്പൺ ചെയ്യണതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ ഇന്ന് അങ്ങനെ കിട്ടും. അപ്പോൾ എനിക്ക് ഇത്ര പെട്ടെന്ന് സിൽവർ പ്ലേ ബട്ടൺ കിട്ടും, 1 lakh ആവുന്നൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ എല്ലാം കാരണം നിങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും എൻ്റെ വലിയൊരു താങ്ക്സ് ട്ടാ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും പുതിയതായിട്ട് വീഡിയോ വേണോ, പിന്നെ എന്തൊക്കെയാണ് സജഷൻസ് ഉള്ളത്, അതുപോലെ എന്തൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് കമൻസിൽ അറിയിച്ചോളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ അയച്ചാലും മതി. ഞാൻ മെയിനായിട്ട് മിക്കതും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട്. സത്യം പറയാൻ ഞാൻ 2 ദിവസമായിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഈ സംഭവം നമുക്ക് US നിന്ന് ഷിപ്മെൻറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ആ ടൈമിൽ നമ്മുടെ അഡ്രസ്സൊക്കെ നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടാണ് അവർ നമുക്ക് അയച്ചത്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടൻ്റെ പേരാണെങ്കിൽ ഭയങ്കര നീളമുള്ള പേരാട്ടോ. അപ്പോൾ അവരയച്ചപ്പോൾ കറക്റ്റായിട്ട് അവിടെ നിന്ന് അയച്ചു. ഇവിടെ എത്തിയപ്പോൾ ലാസ്റ്റ് നെയിം എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ അറിയാലോ, വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ നമ്മൾ ലാസ്റ്റ് നെയിമാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒട്ടിക്കുക. ഇവരിവിടെ വന്നിട്ട് അഡ്രസ്സ് അന്വേഷിച്ചിട്ട് അങ്ങനെ ഒരാളെ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു പോയി. സാധനം തിരിച്ച് അവർ കൊണ്ടുപോയി. അപ്പോൾ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചു, ഇതുപോലെ ഇങ്ങനെ ഞങ്ങൾ വന്നു, അഡ്രസ്സ് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല, ഞങ്ങൾ തിരിച്ചു കൊണ്ടുപോകാൻ സാധനം എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നു. അപ്പം ഞങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ അവർക്ക് ഇംഗ്ലീഷൊന്നും അവർക്ക് അറിയണില്ല. അപ്പോൾ ഞങ്ങൾ ആകെ ടെൻഷനായി പോയി, എന്ത് ചെയ്യണം. പിന്നെ പെട്ടെന്ന് ഇവിടെ അങ്ങനെ നമ്മൾ പാർസലൊക്കെ വരുമ്പോൾ വീട്ടിലില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഏതെങ്കിലും ഷോപ്സൊക്കെ ഉണ്ടായിരിക്കും. അവർ പറയും ഇന്ന ഷോപ്സിലൊക്കെ ഈ സംഭവങ്ങൾ കീപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് അവർ ലിസ്റ്റ് തരും. അപ്പോൾ ഞങ്ങളെപ്പോഴും അതുപോലൊരു ഇവിടെ അടുത്തുള്ളൊരു കടയിൽ ഇങ്ങനെ വെക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി വിളിച്ചു നോക്കിയിട്ട് കാര്യമില്ല, ജർമ്മനിൽ പറയാൻ അറിയില്ല. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആ കടയിൽ നമുക്ക് കൊടുക്കാൻ പറയാം. പിന്നെ നമ്മൾ പോയിട്ട് അത് ഒപ്പിട്ട് വാങ്ങില്ല വേണ്ടോന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ഇന്ന് നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ആ കടയിൽ സാധനം ഉണ്ടെന്ന്. അപ്പോൾ ചേട്ടൻ ഇപ്പോൾ അത് എടുക്കാൻ പോയിക്കുക. അപ്പോൾ വരും ചേട്ടൻ. ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുക. എത്ര നേരം ഇരിക്കേണ്ട വരവോ, ചേട്ടൻ പോയിട്ടുള്ളൂ. ചേട്ടൻ വന്നു. ഓ, ഇത് അടിപൊളിയാണല്ലോ. അയ്യോ, ദേ നമ്മുടെ സംഭവം നമ്മുടെ കയ്യിൽ കിട്ടി. ഓ, അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഞാനിങ്ങനെ ഇത് കിട്ടണം എൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ അങ്ങനെ വീഡിയോസ് ഇത് നോക്കും. എന്തിട്ട് പറയുക, ഈ സിൽവർ പ്ലേ ബട്ടൻ്റെ ഓപ്പൺ ചെയ്യണം എൻ്റെ വീഡിയോസൊക്കെ ഞാൻ അങ്ങനെ നോക്കൂട്ടാ. എന്നിട്ട് മുന്നേ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴൊന്നും ഇത് കിട്ടുന്ന പോയിട്ട് നമുക്കൊരു പ്രതീക്ഷ പോലും ഇല്ല ഇതൊക്കെ നമുക്ക് കിട്ടും എന്നുള്ളത്. അങ്ങനെ ലാസ്റ്റ് നമുക്ക് കിട്ടി. ഞാൻ കത്രിക വെച്ച് റെഡി ആയിട്ടിരിക്കുക. അപ്പോൾ ഓപ്പൺ ചെയ്താലോ നമുക്ക് കണ്ട. ഞാനിവിടെ വെയിറ്റിംഗ് ആണ്. കത്രികയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കാത്തു കുത്തിരിക്കുകയായിരുന്നു. പൊളിക്കട്ടെ. അപ്പോൾ നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാട്ടാ. കൈയടിക്കടാ. തുറക്കട്ടെ. ഇത് വെറുതെ സേഫ്റ്റിക്ക് വെച്ചേക്കണമെന്ന് തോന്നുന്നു. സ്പോഞ്ച് എന്നിട്ട് ഒരു കാർഡൊക്കെ ഉണ്ടല്ലോ. കൺഗ്രാജുലേഷൻസ് ഓൺ യുവർ സബ്സ്ക്രൈബർ മൈൽ സ്റ്റോൺ. ഒരു കൺഗ്രാജുലേഷൻ എഴുതിയിട്ടൊരു കാർഡൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ അതേനാ യൂട്യൂബിൻ്റെ ഡു യു റിമെമ്പർ യുവർ ഫസ്റ്റ് സബ്സ്ക്രൈബർ. അത് ഞാൻ തന്നെയായിരുന്നു. ആദ്യത്തെ ഒരു 10 പേര് ഞാൻ തന്നെയായിരുന്നു. ഞാൻ, അമ്മച്ചി, വെല്ലുമ്മച്ചി, അപ്പുറത്തുള്ള എല്ലാവരുടെ വീട്ടിലേക്കും പോയിട്ട് ആ ഫോണൊന്ന് തന്ന് 1 മിനിറ്റ് ഇപ്പം തരാമെന്ന് പറഞ്ഞിട്ട് നിരത്തി പിടിച്ച് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. എനിക്കതിപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. അയ്യോ എനിക്ക് വയ്യ.
ഇത് ഓപ്പൺ ചെയ്യാം. ഓ എനിക്ക് എന്തിട്ടാ പറയണ്ടേന്ന് അറിയണില്ല. ഓ നല്ല അടിപൊളി, നല്ല മിററൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ടല്ലേ. നമ്മുടെ ചാനലിൻ്റെ പേര് എഴുതിയിട്ടുണ്ട് ലേസി ലൈഫ് ജർമ്മനിന്ന്. ഇവിടെ നമ്മുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും അറിയാം ലേസി ലൈഫ് ജർമ്മനി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് പേര് ഈ ലേസി ലൈഫ് എന്നുള്ളത് മാറ്റിക്കൂടെ ചേച്ചിന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാനും വിചാരിച്ചു മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്തൊക്കെ. 2000-3000 സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാറ്റിയാലും കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് വളരെ പെട്ടെന്ന് നമ്മുടെ ഒരു ഷോർട്ട് വീഡിയോ വൈറലായിട്ടാണ് പിന്നെ നമ്മൾ ഇവിടെ വരെ എത്തിയത് സത്യം പറഞ്ഞാൽ. അപ്പോൾ അപ്പോഴേക്കും ആ ടൈമല്ല. അപ്പം ഞങ്ങളിങ്ങനെ പേര് ആലോചിച്ചു, പേര് മാറ്റിയിട്ട് എന്ത് പേരിടണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു. കസിൻസിൻ്റെ അടുത്തൊക്കെ ചോദിച്ചു. അതൊക്കെ ചോദിച്ച് വരുമ്പോഴേക്കും നമ്മുടെ വീഡിയോ വരണം പെട്ടെന്ന് തന്നെ വൈറലായി. പിന്നെ ചാനലിൻ്റെ പേര് മാറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ റീച്ച് ആയില്ലെങ്കിലോ, പിന്നെ ഓൾറെഡി എല്ലാവരും ലേസി ലൈഫ് ജർമ്മനി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തൊക്കെ തുടങ്ങി. പെട്ടെന്ന് പേര് പറയുമ്പോൾ എന്നെ ലേസി എന്നൊക്കെ എന്നെ ചിലവർ വിളിക്കണത് ലേസി ലിസി അങ്ങനെയൊക്കെ വിളിക്കണേ. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി ഇനിയിപ്പോൾ ചാനലിൻ്റെ പേര് മാറ്റിയ ഇവിടം വരെ എത്തിയില്ല, ഇനിയിപ്പോൾ എന്തായാലും മാറ്റം ഉണ്ടാകുന്ന അങ്ങനെ വിചാരിച്ചു. നമുക്കിത് ഇവിടെ വയ്ക്കാം തൽക്കാലം. എനിക്കിങ്ങനെ കണ്ടിരിക്കാമോ ഇവിടെ ഇങ്ങനെ 1 lakhs എന്നൊക്കെ എഴുതിയിട്ടില്ലേ. എൻ്റെ അടുത്ത് കുറച്ച് പേരിങ്ങനെ പുതിയ ചാനൽ തുടങ്ങിയിട്ടുള്ള കുറച്ച് പേര് ഇങ്ങനെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ചേച്ചി എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് 1 lakh ആയേ എന്നൊക്കെ. ഇത്ര പെട്ടെന്നല്ല, 1 year ആയി. അപ്പോൾ എങ്ങനെയാണ് 1 lakh ആയേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ജേണി ഞാൻ എൻ്റെ യൂട്യൂബ് ജേണീനെ കുറിച്ച് ഭയങ്കര രസമാട്ടോ അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ഇടാം കേട്ടോ. പിന്നെ നമ്മുടെ സത്യം പറഞ്ഞ ഒരു ലക്കാണ്. ഞാൻ തന്നെ വിചാരിച്ചിട്ടില്ല ഞാൻ ഇത് 1 lakh പോയിട്ട് 1000 ആവുന്ന പോലും പ്രതീക്ഷിച്ചിട്ടില്ല. അതിന് വേണ്ടി നമ്മുടെ കൂടെ കുറേ പേരുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ പറയാം. പിന്നെ ഞാൻ പറഞ്ഞില്ല എല്ലാം ഒരു ലക്കാണ്. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്, ലക്കാണ് മെയിനായിട്ട്. ഇതിപ്പോൾ ഇവിടെ വെക്കാൻ സത്യം പറഞ്ഞാൽ സ്ഥലമില്ല കേട്ടോ. അതിങ്ങനെ ചാരി തന്നെ വെക്കേണ്ട വരും. നമ്മുടെ റെന്റ് ഹൗസ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കിങ്ങനെ ഇവിടെയൊക്കെ നമ്മൾ ആണി അടിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകുമ്പോൾ അത് പറിച്ച് പിന്നെ ആ ഹോളൊക്കെ ഫില്ല് ചെയ്തെല്ലാം കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇതുവരെ ഒരു ആണിയും ഒന്നും അടിച്ചിട്ടില്ല. പക്ഷെ ഇതിന് വേണ്ടി ഞാൻ ആണി അടിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ അകത്ത് വെക്കാൻ പറ്റില്ലല്ലോ. ഇത്ര നാൾ നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ ഓരോന്നൊക്കെ വാങ്ങുമ്പോഴേ അതെല്ലാം ഇതുപോലെ അലമാരയുടെ ഉള്ളിൽ വയ്ക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഷോക്കേസ് ഉള്ളൂ, അതിൻ്റെ ഉള്ളിൽ വയ്ക്കും. അത് നിറഞ്ഞു, അതിൻ്റെ ഉള്ളിൽ നിന്ന് സാധനങ്ങൾ വീണ് പൊട്ടി തുടങ്ങി. അപ്പോൾ എന്തായാലും ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ആണി അടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ അല്ല കേട്ടോ, അവിടെ ആ TV ഇരിക്കണ അവിടെ ഉണ്ടല്ലോ, അതിൻ്റെ മേലെ 2 റാക്ക് പോലെ അടിച്ചിട്ട് അതിൻ്റെ മേലെ ഇത് വെക്കണം എന്നാണ് ആഗ്രഹം. ഞാൻ അങ്ങനെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഓരോരുത്തർ ഇതുപോലെ ഇങ്ങനെ കൊളത്തിയിട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കൊരാഗ്രഹം, നമുക്ക് എന്തായാലും സാധനം കിട്ടിയല്ലോ. അപ്പോൾ ഞാനങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മേലെ റാക്ക് ഫിക്സ് ചെയ്തിട്ട് ഇതങ്ങനെ ഇവിടെ ഇങ്ങനെ വെക്കണം, അവിടെ അങ്ങനെ വെക്കണം എന്ന് ആണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നോ അല്ലെങ്കിൽ നാളെ ആയിട്ട് നമുക്ക് IKEA പോയിട്ട് റാക്കിനുള്ള ആ സെറ്റ് മറ്റേ വുഡ് ഉണ്ടല്ലോ അതൊക്കെ വാങ്ങണം. അപ്പോൾ എന്തായാലും ഇന്ന് സമയമുണ്ട്, നമുക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല വെക്കേഷനാണ്. അപ്പോൾ സമയം കളയുണ്ട്, ഞങ്ങളെന്നാൽ IKEA പോകാൻ നോക്കട്ടെ. നമുക്ക് പോയിട്ട് വരാം. ഇതിവിടെ ഇരിക്കട്ടെ. മഴ നല്ല നേരം. അപ്പോൾ നമ്മളങ്ങനെ ഇവിടെ IKEA റാക്കൊക്കെ കണ്ടുപിടിച്ചു കിട്ടാം. ഇതാണ് നമ്മുടെ വീട്ടിൽ ഓൾറെഡി ഉള്ള കളറ്. അപ്പോൾ നമ്മൾ ഇത് തന്നെ സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ നമ്മളിവിടെ ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളിവിടെ ഫോട്ടോ എടുത്തിട്ട് താഴെ നമ്മൾ ബില്ലിടാൻ പോകുമ്പോൾ ഗോഡൗണിൽ പോയിട്ട് ഈ നമ്പർ അനുസരിച്ച് സാധനം എടുക്കണം. അപ്പോൾ നമുക്കിത് ഫോട്ടോ എടുക്കാം. അപ്പോൾ നമ്മുടെ ഫുഡ് എത്തി.
ഓ അവൻ്റെ കേക്ക് ആദ്യം തന്നെ എടുത്തു. അതില്ലേ അങ്ങനെ നമ്മളിപ്പോൾ വെയർ ഹൗസിലെത്തി. നമ്മൾ നേരത്തെ ഐറ്റം സെലക്ട് ചെയ്തിട്ട് നോക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഇവിടെ നിന്ന് സെർച്ച് ചെയ്ത് തപ്പി കണ്ടുപിടിക്കണം. നമ്പർ അനുസരിച്ച് ഇത് കാണാനുണ്ടോ. അപ്പോൾ ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ടൂൾസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ടൂൾസ് വാങ്ങാം എന്നൊക്കെ വിചാരിച്ച് ചേട്ടൻ ഓഫീസിൽ സംസാരിച്ച സമയത്ത് ചേട്ടൻ്റെ മാനേജർ പറഞ്ഞു എൻ്റെ കയ്യിൽ എല്ലാ ടൂൾസും ഉണ്ട്, ഞാൻ വന്ന് ഫിക്സ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാണുന്ന ചേച്ചിയാണ് ചേട്ടൻ്റെ മാനേജർ. അപ്പോൾ ആൾ വന്നു, ആളുടെ കയ്യിൽ എല്ലാ ടൂൾസും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആൾ തന്നെ എല്ലാം വന്ന് നമുക്ക് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് തന്നു. ഞങ്ങൾ ഭയങ്കര ഹാപ്പി, ആളും ഭയങ്കര ഹാപ്പിയായി. പിന്നെ ഇവിടെ ജർമ്മൻസിൻ്റെ കയ്യിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്ക ടൂൾസും ഇതിൻ്റെ മാത്രമല്ല, ഗാർഡനിൽ എന്തെങ്കിലും വർക്ക് ഉണ്ടെന്ന് വെച്ചാൽ അതിൻ്റെയും എല്ലാ തരത്തിലുള്ള ടൂൾസും മിക്ക ജർമ്മൻസിൻ്റെ കയ്യിലുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ ഒരു പണിക്ക് ഓരോരോ പണിക്കും ഓരോരുത്തരെ വിളിക്കലൊന്നും ഇവിടെ ഇല്ല. മിക്കതും ജർമ്മൻസൊക്കെ സ്വയമായിട്ട് തന്നെ ചെയ്യാറ്. അതുകൊണ്ട് തന്നെ എല്ലാ ടൂൾസും ഇവരുടെ കയ്യിലുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ വിളിച്ചപ്പോൾ തന്നെ ഓടി വന്ന് ആ ചേച്ചി നമ്മളതിനെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. ഞങ്ങൾക്കിപ്പോൾ ഇവിടെ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഇതുപോലെ ഓഫീസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും വന്ന് ഹെൽപ്പ് ചെയ്യണം സാധാരണ ചെയ്യാറ്. അപ്പം നമ്മുടെ ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഞാൻ കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഓർമ്മ വന്ന വീഡിയോ എടുത്തില്ല എന്നുള്ളത്. അപ്പോൾ ഇവിടെ മേലെ ഇങ്ങനെ വെച്ചു. പിന്നെ ഇങ്ങനെയാണ് ഫിക്സ് ചെയ്തത്. ആദ്യം ഇത് രണ്ടെണ്ണം ഇവിടെയും പിന്നെ രണ്ടെണ്ണം ഒരുമിച്ച് ഇവിടെയും വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് രണ്ടെണ്ണം വെക്കുന്ന കൊണ്ട് ചിലപ്പോൾ ലെവൽ കറക്റ്റ് ആവില്ല എന്ന് പറഞ്ഞു. പഠിക്കുമ്പോൾ എന്തായാലും വ്യത്യാസം വരും എന്ന് പറഞ്ഞ കാരണം കൊണ്ട് ഇങ്ങനെ അടിച്ചു. പിന്നെ വേണമെങ്കിൽ നമുക്ക് പിന്നെ മാറ്റാം. ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. തൽക്കാലം മെയിനായിട്ട് ഇത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അടിച്ചത് തന്നെ, അല്ലെങ്കിൽ നമ്മൾ അടിക്കില്ലായിരുന്നു. പിന്നെ നമുക്ക് ബാക്കി അതിൻ്റെ ഉള്ളിലിരിക്കുന്ന സംഭവങ്ങളൊക്കെ എടുത്തിട്ട് ഇവിടെ ഫിക്സ് ചെയ്യാം, ഇവിടെ കൊണ്ടുവയ്ക്കാട്ടോ. പിന്നെ ഇവിടെ വയ്ക്കാൻ ഒരു ലൈറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ലൈറ്റ് വാങ്ങിച്ചിട്ടുണ്ടാവുന്ന IKEA പോയപ്പോൾ അത് ഇവിടെ വെക്കാന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് ഇവിടെ TV വരണ കാരണം കൊണ്ട് അതിന് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അടിച്ചത്. കാണാനുണ്ടോ? ഇതും ഞാൻ IKEA പോയി വാങ്ങിച്ചൊരു ഫേക്ക് പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതും ഞാൻ ഇവിടെ വെക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇവിടെ വെക്കണതൊന്നും എനിക്ക് വെള്ളം സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് എത്തില്ല. അപ്പോൾ ഇവിടെ ഞാൻ ഫേക്ക് പ്ലാന്റ് വെക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊന്നും ഇരിക്കില്ല കേട്ടോ. ഇതിങ്ങനെ 2 ദിവസം ഇരിക്കണോ, പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് തോന്നും ചിലപ്പോൾ അത് പിന്നീട് വയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങടെ വയ്ക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് മാറ്റും, ഇടക്കിടക്ക് മാറ്റും.
അപ്പൊ നമ്മളിത് ഇതൊക്കെ വെച്ച് കഴിഞ്ഞൂടാ. ഇപ്പൊ നമ്മൾ തൽക്കാലം ഉള്ളത് വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ അധികം ഞാൻ വെക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, കാരണം ഇത് ഓപ്പൺ ആയിട്ട് കിടക്കണ കാരണം കൊണ്ട് പൊടിയാവും. നല്ല പൊടിയുണ്ട്. നമ്മൾ വിചാരിക്കും പൊടിയൊന്നും ഇല്ലായിരുന്നു, പക്ഷെ അത്യാവശ്യത്തിന് പൊടിയൊക്കെ ഉണ്ട്. ഇവിടെ ഡെയിലി ക്ലീൻ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും നല്ലതൊക്കെ കിട്ടുമ്പോൾ എപ്പോഴെങ്കിലും വാങ്ങിച്ചിട്ട് വെക്കാം. പിന്നെ ഇങ്ങനെയൊന്നും ഇരിക്കൊന്നുമില്ല, ഇത് അങ്ങനെ ഇങ്ങനെയൊക്കെ മാറും. പിന്നെ മെയിനായിട്ട് ഞാൻ ആ സിൽവർ പ്ലേ ബട്ടൺ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അടിക്കണമെന്ന് വിചാരിച്ചത്. ഇത്ര വർഷമായിട്ടും നമ്മൾ അടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.